ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്ക് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട്, അതായത് സമ്പാദിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ മാർഗങ്ങൾ? ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിട്ടി ചേരാം, പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്, ഗോൾഡ് ETF ഉണ്ട്, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗം ഏതാണ്? നമുക്ക് നിസ്സംശയം പറയാം, സ്വർണം തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗങ്ങൾ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും സുരക്ഷിതമായി അവരുടെ സമ്പാദ്യം സുരക്ഷിതമാക്കി വെക്കുന്നതിന് അവരുടെ ഏർപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ അതിൽ നിക്ഷേപിക്കുന്നത് സ്വർണത്തിൽ തന്നെയാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ റിസർവ് ബാങ്ക് കരുതൽ ശേഖരമായി വച്ചിരിക്കുന്നതും സ്വർണം തന്നെയാണ്. മറ്റ് കരുതൽ ശേഖരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വർണം ഒരു പ്രത്യേക തരത്തിലുള്ള നിക്ഷേപ മാർഗമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കരുതൽ ശേഖരത്തിൽ സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളായ തമിഴ്നാടും കേരളവും. ആ കേരളത്തിൽ തന്നെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, സ്ത്രീകളുടെ കഴുത്തിലും കാതിലും ഇത്തിരി സ്വർണ്ണം ഇല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു അപാകതയുള്ളതുപോലെ തോന്നും. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ അവരുടെ കഴുത്തിൽ സ്വർണത്തിൻ്റെ ഒരു ചെയിൻ ഉണ്ടെങ്കിൽ അത് അവർക്കൊരു അഭിമാനത്തിൻ്റെ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. കഴുത്തിലും കാതിലും അല്ല കയ്യിലൊക്കെ വളകളിട്ട് നടക്കുന്നത് അവർക്കൊരു അഭിമാനം തന്നെയാണ്. അങ്ങനെ സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും എക്കാലത്തും എവിടെയും എല്ലാവർക്കും അത് നിക്ഷേപിക്കുന്നതും അത് കൈവശപ്പെടുത്തുന്നതിനും എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ സ്വർണം പലവിധത്തിലുള്ള നിക്ഷേപ മാർഗമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇഷ്യൂ ചെയ്തത് 2017 ഡിസംബർ 27 2017 ഡിസംബർ 26 ഇഷ്യൂ ചെയ്തപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി 2025 ഡിസംബർ 25 അതിൻ്റെ വില നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ 8 വർഷം കൂടുമ്പോഴാണ് അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത ഈ ഗോൾഡ് ബോണ്ടിൻ്റെ ഇപ്പോൾ വില നിശ്ചയിച്ചിരിക്കുന്നത് 13,563 രൂപയാണ്. എത്ര? 13,563 രൂപ. അപ്പോൾ അത് 2017 ഇഷ്യൂ ചെയ്യുമ്പോൾ എത്രയായിരിക്കും വില? 2,816 രൂപയായിരുന്നു അത് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള വില. അപ്പോൾ 2017 ഡിസംബർ 26 ഇഷ്യൂ ചെയ്ത ഗോൾഡ് ബോണ്ട് അന്നത്തെ വില എന്ന് പറയുന്നത് 2,816 രൂപയായിരുന്നത് ഇപ്പോൾ 8 വർഷത്തിന് ശേഷം 2025 ഡിസംബർ 26 അതിൻ്റെ വില 13,563 രൂപയായി വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് വർധനവ്? 10,747 രൂപ ഈ 8 വർഷത്തിനുള്ളിൽ അവർക്ക് ലാഭം കിട്ടിയെന്നുള്ളതാണ്. ഓരോ വ്യക്തിക്കും, അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഓരോ വ്യക്തിക്കും
10,747 രൂപ ലാഭം കിട്ടി. അതായത് 381.64%, 381.64% അതിൻ്റെ ശതമാനമാണ് അതിൻ്റെ വില വർധനവ്. അങ്ങനെ സ്വർണം എന്ന് പറയുന്നത് ഒരു അത്ഭുത മഞ്ഞ ലോഹം തന്നെയാണ്. എക്കാലത്തും എപ്പോഴും മനുഷ്യനെ വിശ്വസിച്ച് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്വർണത്തിൽ നിക്ഷേപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 2017 ഡിസംബർ 26-ാം തീയതി 1 ലക്ഷം രൂപ അതിൽ നിക്ഷേപിച്ച ഒരാൾക്ക് 8 വർഷം പൂർത്തിയാകുമ്പോൾ കിട്ടുന്നത് പലിശ കൂടാതെ 4,84,640 രൂപയാണ്. ഏകദേശം അതിൻ്റെ പലിശ അടക്കം കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെ റിസർവ് ബാങ്ക് പലിശ കൊടുക്കുന്നു, 2.5% പലിശ കൊടുക്കുന്നുണ്ട്. അതടക്കം കൂട്ടുകയാണെങ്കിൽ 5 ലക്ഷത്തിൽ അധികം രൂപ 8 വർഷം കൊണ്ട് നിക്ഷേപിച്ച വ്യക്തികൾക്ക് സമ്പാദ്യമായി വന്നു ചേർന്നു. എന്തൊരു അത്ഭുതമല്ലേ! 5 വർഷം കൊണ്ടൊക്കെ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് 5 ലക്ഷം രൂപ കിട്ടുകയെന്ന് വെച്ചാൽ, അപ്പോൾ ആ കാലഘട്ടത്തിൽ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചവനക്ക് ഏകദേശം 1/2 കോടി രൂപയോളം അവൻ്റെ സമ്പാദ്യമായി വന്നു ചേരും. ഇപ്പോൾ പുതിയ ഇഷ്യൂ ഒന്നും റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ചിട്ടില്ല. അടുത്തവരെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത് വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ പണം അതിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ മക്കളുടെ പെൺകുട്ടികളുള്ളവരാണെങ്കിൽ 8 വർഷത്തിന് ശേഷമാണ് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിക്ഷേപിക്കൂ. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം ഇരട്ടിയാക്കിക്കൊണ്ട്, സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഗോൾഡ് ബോണ്ടിലോ അതല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലോ ETF-ലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക. ഒരു പ്രശ്നങ്ങളും കൂടാതെ ലോൺ എടുക്കുക എന്നുള്ള സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ ഇപ്പോൾ തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സുരക്ഷിതമായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുക. ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.